ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എലഫന്റ് സ്ക്വാഡുകളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി പാപ്പാന്മാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. ജില്ലയിൽ 8 സ്ക്വാഡുകളുണ്ട്. എന്നാൽ ഇവയിൽ പലതിനും പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല. ആനകളുടെ സ്വഭാവം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരല്ല പല സ്ക്വാഡുകളിലും ഉള്ളതെന്ന് ഇവർ പറയുന്നു. സാമ്പത്തിക നേട്ടം മാത്രമാണ് സ്ക്വാഡുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കുള്ളതെന്നാണ് ആരോപണം. തൊഴിലുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് സ്ക്വാഡുകളെ നിയന്ത്രിക്കുന്നത്. മിനിമം 10 ദിവസമെങ്കിലും പരിശീലനം നൽകിയവരെ മാത്രമേ സ്ക്വാഡിൽ അംഗങ്ങളാക്കാവൂ എന്നിരിക്കെയാണ് ഇത്തരം തെറ്റായ നടപടി ആവർത്തിക്കുന്നത്. ആന തൊഴിലാളികളെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടത്. ശരിയായ പരിശീലനം നൽകണം. ഇക്കാര്യങ്ങളിൽ തിരുത്തൽ വരണമെന്ന് കാണിച്ച് 2 മാസം മുൻപ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് തളിക്കുളം ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡ് തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50ലധികം വർഷം പാപ്പാനായും പരിശീലകരായും ദേവസ്വം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവർക്ക് സുരക്ഷിതത്വമോ സേവന വേതന ആനുകൂല്യങ്ങളോ ലഭിക്കാറില്ലെന്നും പറയുന്നു. ഇക്കാര്യങ്ങളിൽ വിദഗ്ധ സമിതിയെ വെച്ച് അന്വേഷണം നടത്തി നടപടികളെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകുമെന്ന് PA ബൈജു, ബാലകൃഷ്ണൻ നായർ തോളൂർ, KK വേണു, സതീശൻ കാട്ടക്കാമ്പൽ, ദാമോദരൻ ഗുരുവായൂർ എന്നിവർ അറിയിച്ചു. എലിഫന്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ പരിചയമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഏതാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഈ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അപകടം പിടിച്ചൊരു സാധനമാണ്. ആ ജീവിനെ കൊണ്ട് നടക്കാൻ അതിൻ്റെതായിട്ടുള്ള പരിശീലനമോ മറ്റുള്ള കാര്യങ്ങളോ സിദ്ധിക്കാത്ത ആളുകളാണ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്.